തലസ്ഥാനത്തെത്തി എല്ലാ വകുപ്പ് മേധാവികളോടും നന്ദി പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കിരീടവും ചെങ്കോലും അഴിച്ചുവെച്ച് പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങും. രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന ലാപ്പിലാണ് പിണറായി വിജയൻ. LDF പ്രതിപക്ഷത്തിരിക്കുന്ന സാഹചര്യമുണ്ടായാൽ പ്രതിപക്ഷ നേതാവാകാനൊന്നും പിണറായിയെ കിട്ടില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ടുകൂടിയാണ് ചീഫ് സെക്രട്ടറി, DGP അടക്കമുള്ളവരെ വിളിച്ച് യാത്ര പറയാൻ പിണറായി വിജയൻ തയ്യാറായത്. ഇതിന് പിന്നാലെ പല വകുപ്പിലും അഴിച്ചുപണികൾ തുടങ്ങിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിന്റെ ഇടനാഴികളിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. 2016-ൽ UDF അധികാരം വച്ചൊഴിഞ്ഞതിന് പിന്നാലെ അധികാരത്തിലെത്തിയ LDF കഴിഞ്ഞ 10 വർഷമായി വേട്ടയാടിയ ചില ഉദ്യോഗസ്ഥരുണ്ട്. 10 വർഷത്തെ അടിച്ചമർത്തലുകൾക്ക് പിന്നാലെ ആ ഉദ്യോഗസ്ഥർ തിരികെ മടങ്ങുകയാണ്. സാധാരണഗതിയിൽ 5 വർഷം വീതം മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന സംസ്ഥാനത്ത് പക്ഷേ പിണറായി സർക്കാർ ഭരണത്തിൽ ഇത് 10ാം വർഷമാണ്. അതുകൊണ്ട് തന്നെ UDF അനുഭാവികളായ ഉദ്യോഗസ്ഥരുടെ അനൗദ്യോഗിക ശിക്ഷാ കാലാവധി നീണ്ടുനിന്നത് 10 വർഷമാണ്. ഭരിക്കുന്ന പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ഇക്കാലയളവിൽ രാജാക്കന്മാരാണ്. UDF അധികാരത്തിൽ എത്തുമെന്ന പ്രവചനങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് അനുകൂല സംഘടനകളിലെ നേതാക്കന്മാർ തിരികെ അവരുടെ നാടുകളിലേക്കും തലസ്ഥാനങ്ങളിലേക്കും തിരികെ മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട പേരാണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ GR അജിത്ത്. കഴിഞ്ഞ 10 വർഷമായി CPM തട്ടിക്കളിക്കുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥനെ. അതിനു പിന്നിൽ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന അജിത്ത് കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതാവാണെന്ന ഒന്ന് മാത്രമാണത്. LDF അധികാരത്തിലിരിക്കെ 2016 മുതൽ അവർ തട്ടിക്കളിക്കുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥനെ. ഇത് അനൗദ്യോഗിക ശിക്ഷാ നടപടി എന്നാണ് CPM വാദം. എന്നാൽ 10 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ ഉദ്യോഗസ്ഥനെ തിരികെ തലസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയ DGP ഭരണമാറ്റം ഉറപ്പിക്കുന്നുണ്ട്. പോലീസിൽ നിന്ന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നുള്ള മാറ്റമാണോ ഇതെന്നത് വ്യക്തമല്ല. 2 പിണറായി സർക്കാരിന്റെ കാലത്തും അച്ചടക്ക നടപടി എന്ന വണ്ണമാണ് ശിക്ഷാ നടപടികൾ ഈ ഉദ്യോഗസ്ഥൻ മാറി മാറി അനുഭവിച്ചിരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു അജിത്ത്. 2016-ൽ LDF അധികാരത്തിലെത്തിയതിന്റെ അടുത്ത ദിവസം തന്നെയാണ് അജിത്തിന് സ്ഥലം മാറ്റി ഉത്തരവിറങ്ങിയത്. അസോസിയേഷൻ ഭാരവാഹികളെ സാധാരണ നിയോഗിക്കാത്ത ട്രാഫിക് ഡ്യൂട്ടിയിലേക്കാണ് അജിത്തിനെ മാറ്റിയത്. പിന്നാലെ മറ്റൊരു ആരോപണവും ഉദ്യോഗസ്ഥനെ തേടിയെത്തി. അജിത്ത് ഭാരവാഹിയായിരുന്ന പോലീസ് ഹൗസിംഗ് സൊസൈറ്റിയിൽ നടന്ന ക്രമക്കേടാണ് CPM കോൺഗ്രസ് അനുകൂല ഉദ്യോഗസ്ഥന്റെ തലയിൽ കെട്ടിവെച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 4 വർഷമാണ് അദ്ദേഹത്തിനെ സർവീസിൽ നിന്നും മാറ്റി നിർത്തിയത്. ക്രമക്കേട് ഉൾപ്പെടെ 5 ക്രിമിനൽ കേസുകളിലാണ് ഈ ഉദ്യോഗസ്ഥനെ പിന്നീട് പ്രതി ചേർത്തത്. രാഷ്ട്രീയ പ്രേരിതമാണ് കേസുകൾ എന്ന വാദം പിന്നീട് ഹൈക്കോടതി അംഗീകരിച്ചതോടെയാണ് അസോസിയേഷൻ നേതാവ് തിരികെ മടങ്ങി ജോലിയിലേക്ക് കയറിയത്. എന്നിട്ടും CPM പകപോക്കൽ അവസാനിപ്പിച്ചിട്ടില്ല. ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയാണ് ശിക്ഷിച്ചത്. സ്ഥലം മാറ്റിയ തീരുമാനം ചോദ്യം ചെയ്ത് അജിത്ത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് മുന്നിൽ എത്തിയ അജിത്തിന് അനുകൂലമായി ട്രൈബ്യൂണൽ വിധി പറഞ്ഞു. എന്നാൽ LDF സർക്കാർ ഹൈക്കോടതിയിലെത്തി ഈ നടപടി ചോദ്യം ചെയ്ത് ഹർജി സമർപ്പിച്ചതോടെ അസോസിയേഷൻ നേതാവിന് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് അജിത്തിന്റെ ജന്മദേശമായ ജില്ലയുടെ അടുത്ത ജില്ലയിലേക്ക് സ്ഥലം മാറ്റം നൽകണമെന്ന ഉത്തരവ് ഹൈക്കോടതി നൽകിയതോടെ സർക്കാർ കൊല്ലത്തേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. കൊല്ലം ജില്ലയുടെയും തമിഴ്നാടിന്റെയും അതിർത്തി പങ്കിടുന്ന തെന്മലയിലേക്കാണ് അജിത്തിനെ മാറ്റിയത്. ക്ലൈമാക്സിൽ UDF വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ 10 വർഷത്തെ ശിക്ഷാ നടപടി അവസാനിപ്പിച്ച് അജിത്ത് തലസ്ഥാനത്തേക്ക് മടങ്ങുകയാണ്.